വലിയ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ശ്യാം. കോടതി തുടർച്ചയായി തന്നെ ഈ വിഷയങ്ങളിൽ നേരത്തെയും വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ KP ശങ്കർദാസിന്റെ അറസ്റ്റ് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല, ഇത് കോടതി ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. വലിയ മീനുകളെ പിടിക്കുന്നില്ലേ, ചെറിയ മീനുകളെ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളത് കോടതിയുടെ നേരത്തെയുള്ള ചോദ്യമാണ്. ഈ KP ശങ്കർദാസ് ആരോഗ്യ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാവുന്നില്ല, അത് മകൻ ഉന്നതനായതുകൊണ്ടാണോ എന്ന് കോടതി ചോദിക്കുകയാണല്ലേ. കോടതിയുടെ പരാമർശങ്ങളിലേക്ക് ആഴത്തിൽ കടന്നാൽ എന്തെല്ലാം വിവരങ്ങളുണ്ട് ശ്യാം? KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് ഇതിലുള്ള വിമർശനം ഹൈക്കോടതി ഉയർത്തുന്നത്. KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. മകൻ IPS ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് കോടതി ചോദിക്കുന്നത്. മാത്രമല്ല ഇത് തുടർച്ചയായ രണ്ടാമത്തെ തവണയാണ് ഈ രീതിയിലുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ നേരത്തെ തന്നെ കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരാൾ ഈ കേസിൽ പ്രതിയായ അന്ന് മുതൽ ആശുപത്രിയിലാണ്. അത്തരം കാര്യങ്ങൾ മകൻ SP ആണ്, അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ആശുപത്രിയിലേക്ക് പോയത്. KP ശങ്കർദാസ് ആശുപത്രിയിലേക്ക് പോയത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഈ നടപടികളോട് യോജിപ്പില്ല എന്ന വിമർശനവും കൂടി SITക്കെതിരായ വിമർശനമായി തന്നെ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിനെതിരെയും ഒപ്പം ഈ കേസിലെ ചില പ്രതികൾക്കെതിരെയും കോടതി വിമർശനം ഉന്നയിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ മകൻ IPS ഉദ്യോഗസ്ഥനായ മകനുള്ള സാഹചര്യത്തിൽ KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന വിമർശനവും കൂടി കോടതി ഉന്നയിക്കുന്നത്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട അന്ന് മുതൽ KP ശങ്കർദാസ് ആശുപത്രിയിലാണല്ലോ എന്ന ഒരു ചോദ്യവും കൂടി ഹൈക്കോടതിയിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. KP ശങ്കർദാസിന് ഓർമ്മക്കുറവാണ് എന്നും ഒപ്പം സംസാരിക്കാൻ കഴിയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ഈ ഒരു ഘട്ടത്തിൽ വാദമായി തന്നെ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നത്. അത്തരം ഈ കേസ് 3 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ദേവസ്വം ബോർഡിന് ഈ കേസുകളിൽ എന്താണ് പണി, എന്താണ് ചുമതല എന്ന കാര്യവും കൂടി കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ, സ്പോൺസർമാർക്കെതിരെ കൂടി ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുകയാണ് സ്പോൺസർമാരുടെ ലക്ഷ്യമെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. പത്മകുമാറിനെതിരെ പ്രത്യേകമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത് പത്മകുമാർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് എന്നതാണ് ഹൈക്കോടതി ഉയർത്തുന്ന വിമർശനം. ഇതിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായ ആ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. ഓക്കെ, കോടതി ശങ്കർദാസിന്റെ അറസ്റ്റ് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. അതിൽ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിരുന്നത് അദ്ദേഹം ഇപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിലാണ്, അതിഗുരുതര സാഹചര്യത്തിലാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ അതേസമയം തന്നെ ഇതൊരു നാടകമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ഒരുക്കുകയാണോ എന്നൊക്കെയുള്ള സംശയം നിലനിൽക്കുന്ന സാഹചര്യമാണ്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഈ ശങ്കർദാസിന്റെ പങ്ക് അത് ഈ സ്വർണ്ണക്കൊള്ളയിൽ വലുതാണല്ലോ. ഒരു മുൻ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു കൊണ്ട് അദ്ദേഹം എന്തിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്, ഗൂഢാലോചനയിലടക്കം പങ്കുണ്ടോ എന്നൊക്കെ SIT കണ്ടെത്തുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിലേക്ക് നേരിട്ട് അറസ്റ്റിലേക്ക് പോവാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പങ്ക് എന്താണ് ഈ കേസിൽ? റോഷി, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള കാരണം ഇതിൽ ഏറ്റവും പ്രധാനമാവുന്നത് മുൻ ദേവസ്വം അംഗമായ ശങ്കർദാസ് ഈ കേസിൽ മറ്റ് ആളുകളെ പോലെ തന്നെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും ശങ്കർദാസിന് ഇളവ് ലഭിക്കുന്നു എന്ന തോന്നലാണ് ഹൈക്കോടതിക്ക് ഉണ്ടാകുന്നത്. കാരണം ശങ്കർദാസിനെ മാത്രം അറസ്റ്റ് ചെയ്യുന്നില്ല, ശങ്കർദാസിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്ന വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്ത്, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതേസമയം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് സംശയത്തോടെയാണ് അന്വേഷണ സംഘം അതിൽ കോടതി നോക്കിക്കാണുന്നത്. ശങ്കർദാസ് ഒരു ഘട്ടത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഇപ്പോഴും ശങ്കർദാസ് ആശുപത്രിയിൽ തന്നെ കഴിയുന്നു. അതിൽ ചില സംശയങ്ങൾ ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ്, ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ആ സ്വർണ്ണക്കൊള്ള, തന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പിൽ ശങ്കർദാസിന് പങ്കാളിത്തമുണ്ടെന്ന കണ്ടെത്തൽ, ചില പ്രധാനപ്പെട്ട രേഖകളിലടക്കം ശങ്കർദാസിന്റെ ഒപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശങ്കർദാസിനെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ കാരണം. മാത്രവുമല്ല, അന്ന് ശബരിമല ദേവസ്വം അംഗമായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെ മുഴുവൻ ഈ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തതാണ്. പക്ഷെ അതിൽ 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാത്തത്. ഒന്ന് ശങ്കർദാസ്, രണ്ടാമത്തേത് ജയശ്രീയാണ്. പക്ഷേ പിന്നീട് അവർ നേരിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി കാര്യങ്ങൾ മൊഴിയായി നൽകിയതാണ്. കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വൃക്കരോഗ സംബന്ധമായ ചികിത്സയിലാണ്, സമാനമായ ആരോഗ്യസ്ഥിതിയിലാണ് ശങ്കർദാസ് എന്ന വാദമുയർത്തും. പക്ഷേ അന്വേഷണ സംഘം ഇതിന് കൃത്യമായി മറുപടി നൽകേണ്ടി വരും. അതിന്റെ മെഡിക്കൽ രേഖകളടക്കം
ഹാജരാക്കേണ്ടി വരും. പ്രത്യേക മെഡിക്കൽ സംഘത്തെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഹൈക്കോടതി അത്രയും ഗൗരവത്തോടെയാണ് അതിനെ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇളവ് ശങ്കർദാസിന് ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ഉയർത്തിയ സാഹചര്യത്തിൽ ഇനി പോലീസ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടേക്കും നീങ്ങുന്നില്ല എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം ഹൈക്കോടതി ആ കാര്യത്തിൽ നേരത്തെയും സമാനമായി ശങ്കർദാസിന്റെ ഉൾപ്പെടെയുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആ വിമർശനം ഉയർത്തിയതാണ്. സമാനമായി തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് പരിഗണിക്കുമ്പോൾ, ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കുമ്പോഴാണ് ഇത്തരമൊരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഓക്കെ, സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ശങ്കർദാസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ശങ്കർദാസിന്റെ അറസ്റ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതും കോടതി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും മാറ്റിവെച്ചിരിക്കുന്നു നടപടികൾ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിലും നിർണായകമാണ് കോടതിയിൽ നിന്നെത്തുന്ന തീരുമാനം. അതിലേക്ക്